ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ട്രിങ്ങിനെ നമുക്ക് എങ്ങനെ കോമ സെപ്പറേറ്റ് സ്ട്രിങ് ആക്കി അല്ലെങ്കിൽ കോമ സെപ്പറേറ്റ് വാല്യൂ ആക്കി എങ്ങനെ മാറ്റുക എന്നതിനെ കുറിച്ചാണ്. കോമ സെപ്പറേറ്റ് വാല്യൂ നമുക്ക് പല സാഹചര്യങ്ങളിലും നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഉദാഹരണം, നമ്മളൊരു ഡാറ്റാബേസിൽ കുറച്ച് ഡാറ്റകൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ പിന്നീട് അത് നമ്മൾ ബാക്കപ്പ് ആയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കോമ സെപ്പറേറ്റ് വാല്യൂ ആയിട്ടായിരിക്കും നമുക്കതിനെ ലഭിക്കുക. അതായത് നമുക്ക് ടെക്സ്റ്റ്, അതേപോലെ തന്നെ JSON ഫോർമാറ്റ്, ഇങ്ങനെ പല ഫോർമാറ്റുകളുടെ കൂട്ടത്തിൽ വരുന്ന മറ്റൊരു ഫോർമാറ്റായിട്ട് നമുക്ക് എന്ത് പറയാം, ഈ കോമ സെപ്പറേറ്റ് വാല്യൂവിനെ പറയാം. ഇത് എക്സൽ അങ്ങനെ പല സോഫ്റ്റ്വെയറിലും ഇത് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും ഇതിനൊക്കെ പല മാർഗങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന പ്രോഗ്രാം എന്തെന്ന് വെച്ചാൽ, നമ്മളൊരു സ്ട്രിങ് കൊടുക്കുകയാണെങ്കിൽ അതിനെങ്ങനെ നമുക്ക് കോമ സെപ്പറേറ്റ് വാല്യൂ ആക്കി ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമുക്കിത് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTML എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഹെഡ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് ടൈറ്റിൽ എന്ന് ചേർത്ത് കൊടുത്തു. ടൈറ്റിൽ നമ്മളിവിടെ വന്ന് കൺവേർഷൻ ഓഫ് കോമ സെപ്പറേറ്റഡ് സ്ട്രിങ് to array in JavaScript. അതായത് നമ്മളൊരു സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന വാല്യൂസിനെ നമുക്ക് കോമ സെപ്പറേറ്റഡ് സ്ട്രിങ് ആക്കി എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് ടൈറ്റിൽ ഇതുപോലെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് നമുക്കിതിൻ്റെ ബോഡി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്ന് ജസ്റ്റ് ബോഡി എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു H2 എന്ന ടാഗ് കൊടുക്കുന്നുണ്ട്. ഈ H2 എന്ന ടാഗിന് നമ്മൾ കളർ ചേർത്ത് കൊടുത്തു. കളർ എന്നുള്ളത് നമ്മളിവിടെ വന്ന് ഒരു സ്റ്റൈലാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്റ്റൈൽ ഈക്വൽ ടു കളർ എന്ന് ചേർത്ത് കൊടുത്തു. കളർ നമ്മളിവിടെ വന്ന് ഗ്രീൻ എന്ന് ചേർത്ത് കൊടുത്തു. എന്ത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ ഒരു ടൈറ്റിലാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് നമ്മളൊരു ടൈറ്റിൽ ചേർത്ത് കൊടുത്തു. എന്ത് ടൈറ്റിലാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതിൻ്റെ താഴെ നമുക്ക് എന്താണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ട്രിങ് ഏതാണോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഞാൻ P എന്ന ടാഗിൻ്റെ ഉള്ളിലാണ് ആ സ്ട്രിങ്ങിനെ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതിന് ഹെഡിങ് ആയിട്ട് ഞാനിവിടെ ഒറിജിനൽ സ്ട്രിങ് എന്ന് ചേർത്ത് കൊടുത്തു. ഈ സ്ട്രിങ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് പേരുകളാണ്, അതല്ലെങ്കിൽ കുറച്ച് നമ്പേഴ്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ രൂപത്തിലുള്ള നമ്പേഴ്സാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 1, അതേപോലെ തന്നെ 2, അതേപോലെ തന്നെ 3, അതുപോലെ തന്നെ 4, അതേപോലെ തന്നെ 5. ഇങ്ങനെ ഞാൻ കുറച്ച് സ്ട്രിങ്ങുകളാണ് ഞാനിവിടെ, ഇത്രയും വേർഡുകളാണ് അല്ലെങ്കിൽ ഇത്രയും സ്ട്രിങ് ആണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ സെപ്പറേറ്റ് വാല്യൂ എങ്ങനെ, ഇപ്പോൾ നമ്മളിത് ഒരു സ്ട്രിങ് ആയിട്ടാണ് കൊടുക്കണേ, ഇതിനെ നമ്മളൊരു അറേയിലേക്കായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അറേൻ്റെ ഉള്ളിലത്തെ വാല്യൂസ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ വന്നൊരു ടെക്സ്റ്റ് ചേർത്ത് കൊടുക്കാം. ദ വാല്യൂസ് ഓഫ് ദ സെപ്പറേറ്റഡ് അറേ ഈസ് എന്ന് പറഞ്ഞ്, അതായത് നമ്മളിപ്പോൾ മുകളിൽ കൊടുക്കുന്ന ആ സ്ട്രിങ്ങിനെ നമ്മൾ ഒരു അറേയിലേക്കായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ലൈൻസ് ഇടുന്നത്. അപ്പോൾ നമ്മളതൊരു സ്പാനിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്പാൻ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഈ സ്പാനിന് നമ്മളൊരു ക്ലാസ് നെയിം കൊടുക്കുന്നുണ്ട്. ഈ ക്ലാസ് നെയിം നമ്മളിവിടെ വന്ന് ഔട്ട്പുട്ട് എന്ന് ചേർത്ത് കൊടുത്തു. അതായത് നമുക്ക് ഇവിടെയാണ് ആ ആൻസർ എന്താണെങ്കിൽ അത് പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ താഴെ ഒരു ബട്ടൺ കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്കിത് എന്ത് ചെയ്യേണ്ടത്, അറേയിലേക്കായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ വന്ന് ബട്ടൺ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ബട്ടൺ ടൈപ്പ് നമ്മൾ സബ്മിറ്റ് ആണ് കൊടുക്കുന്നത്. ഇതിന് നമ്മളൊരു ഓൺ ക്ലിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൺ ക്ലിക്ക് എന്ന് ചേർത്ത് കൊടുത്തു. ഇതിന് നമ്മൾ ഓൺ ക്ലിക്ക്, അതായത് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ഫംഗ്ഷനാണോ നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് വരേണ്ടത് ആ ഫംഗ്ഷൻ്റെ പേരാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. സെപ്പറേറ്റ് സ്ട്രിങ്
എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റിമൂവ് ടെക്സ്റ്റ് എന്നാണ്. അതായത് ടെക്സ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാണ്, അറയിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പം ഞാൻ റിമൂവ് ടെക്സ്റ്റ് എന്ന് ഈ ബട്ടൻ്റെ ഉള്ളിൽ ഒരു ടെക്സ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ജാവാസ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ആദ്യം തന്നെ നമ്മളൊരു ഫംഗ്ഷനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫംഗ്ഷന് നമ്മൾ അവിടെ ഓൺ ക്ലിക്കിൽ ചേർത്ത് കൊടുത്ത ഫംഗ്ഷനാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആ ഓൺ ക്ലിക്കിൽ എന്താണോ നമ്മൾ ഫംഗ്ഷന് പേരായിട്ട് ചേർത്ത് കൊടുത്തത് അത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സെപ്പറേറ്റ് സ്ട്രിങ് എന്ന് ചേർത്തു. ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ ഒരു ഒറിജിനൽ സ്ട്രിങ് എന്ന് പറഞ്ഞ് ഒരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തു. ഒറിജിനൽ സ്ട്രിങ് എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഏതാണോ ആ സ്ട്രിങ്ങിൻ്റെ വാല്യൂ അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ വാല്യൂവും നമ്മളൊരു കോമ ഇട്ടിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 2 3 4 അതേപോലെ തന്നെ 5 ഇങ്ങനെ 5 വാല്യൂസ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ ഇനി അടുത്തത് നമ്മളൊരു അറേ വേരിയബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് സെപ്പറേറ്റ് അറേ എന്നുള്ളൊരു പേരിൽ ഒരു വേരിയബിൾ കൂടി ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ വന്ന് ഈക്വൽ ടു നമ്മളിവിടെ മുകളിൽ കൊടുത്തിരുന്ന ഒറിജിനൽ സ്ട്രിങ് എന്ത് ചെയ്യാണ്, സ്പ്ലിറ്റ് ചെയ്യാണ്. സ്പ്ലിറ്റ് എന്നിട്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണോ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അതിവിടെ ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ കോമയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ഈ സ്ട്രിങ്ങിൻ്റെ ഉള്ളിലത്തെ ഓരോ വാല്യൂസും എന്ത് ചെയ്യണം, ഈ അറേൻ്റെ ഉള്ളിലേക്ക് സ്റ്റോർ ചെയ്യണം. എങ്ങനെ, ഓരോ വാല്യൂസും വരുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡോക്യുമെൻ്റ് ഡോട്ട് കൊറി സെലക്ടർ, അതായത് നമ്മൾ ആ ക്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മളിവിടെ കൊടുത്ത വാല്യൂസ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ കൊറി സെലക്ടർ എന്ന് കൊടുത്തു. അതിനുശേഷം ഈ സ്പാമിന് നമ്മൾ എന്താണോ ക്ലാസ് നെയിം കൊടുത്തത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഒരു ഡോട്ട് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഔട്ട്പുട്ട്, ആ സ്പാമിൻ്റെ ക്ലാസ് നെയിം ഔട്ട്പുട്ട് എന്നാണ്, അത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഡോട്ട് ടെക്സ്റ്റ് കണ്ടൻറ്റ്, അതിലെന്ത് കണ്ടൻ്റ് ആണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിവിടെ വന്ന് സെപ്പറേറ്റ് അറേ എന്നുള്ള വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ കൊറി സെലക്ടർ, അതായത് നമ്മളിവിടെ ഈ ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടതായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ലൈവ് സെർവർ വെച്ചിട്ട് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ വിത്ത് ലൈവ് സെർവറിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ രൂപത്തിൽ നമ്മൾ കൊടുത്ത ടൈറ്റിൽ എന്താണോ അത് നമുക്കിവിടെ ജസ്റ്റ് ആ ഹെഡിങ് എന്താണോ എന്ന് നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഒറിജിനൽ സ്ട്രിങ് നമ്മൾ ആ പാരഗ്രാഫിൽ കൊടുത്തത് ഏതാണോ അത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നുണ്ട്. നമുക്കത് സെപ്പറേറ്റഡ് അറേ ആക്കിയത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നില്ല. കാരണം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് റിമൂവ് ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊരു കോമ സെപ്പറേറ്റഡ് വാല്യൂ ആയിട്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ നമ്മൾ കൊടുത്തിരുന്നത് ഇവിടെ സ്ട്രിങ് ആയിട്ടാണ് കൊടുത്തിരുന്നത്. ഇതിന് നമ്മൾ ഒരു അറയിലേക്കായിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, നമുക്ക് കോമ സെപ്പറേറ്റഡ് വാല്യൂ ആയിട്ടാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.